ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ മുഖാത്തബത്തുൽ ജിൻ, ജിന്നിനോട് അഭിമുഖ സംഭാഷണം നടത്തും. ഒരാളുടെ ശരീരത്തിൽ കൂടിയ ജിന്നിനോട് നീ എവിടുന്നാ വന്നത്, പേരെന്താ, പേര് ഗോപാലൻ, എവിടുന്നാ വരുന്നത്, പാലച്ചോട്ടിൽ നിന്നാണ്, എന്തിനാ വന്നത്, ഞാൻ ഇങ്ങനെ വന്ന വഴി കണ്ട് ഇഷ്ടപ്പെട്ടത് കയറിപ്പോയതാണ്, എപ്പോഴാ പോവാ, നാളെ പോയിക്കോളാം. എന്നിട്ട് ഇങ്ങനെ ഇയാൾ ഇളക്കി ഇങ്ങനെ നിർത്തിയിട്ട് കയ്യിൽ ചരട് കെട്ടി നിർത്തിയിട്ട് ആ ജിന്നിനോട് ചോദിക്കുക, ഇന്നലെ ഞാൻ ഒരു വസുമതിയെ ഇളക്കിയിരുന്നു, ആ വസുമതി ഇപ്പോൾ എവിടെ ഉണ്ട്? അപ്പോൾ ഇയാൾ പറയാം, അത് മറ്റേ കലിങ്ങിൻ്റെ ചോട്ടിലുണ്ട്. ഈ രൂപത്തിൽ ജിന്നുമായി ഇങ്ങനെ അഭിമുഖ സംഭാഷണം നടത്തില്ല എന്ന് പറയും, ഇവിടെ നടക്കുന്നില്ല, നടന്നിട്ടില്ല എന്ന് പറയും. അത് സലഫികൾക്കിടയിൽ നടത്താൻ ശ്രമിച്ചില്ല എന്ന് പറയും. അത് നടന്നു, മുഖാത്തബത്തുൽ ജിന്ന് നടന്നു, ജിന്നുകളുമായി സംഭാഷണം നടന്നു. അതിൻ്റെ ഹുക്കുമ്, അതിൻ്റെ വിധി ഇബ്നു ബാസിലേക്ക് ചേർത്തിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇല്ല, അതിന് ഇസ്ലാഹി ലോകം മാത്രമല്ല, സലഫി ലോകം മുഴുവനും അതിന് മറുപടി പറഞ്ഞു, വ്യക്തമായ നിലപാട് പറഞ്ഞു. ആ നിലപാട് എന്ത് എന്ന് അന്നത്തെ ദൗറയിലും പറഞ്ഞു. എന്നിട്ട് മറുപടി പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ബുദ്ധജിനോട് സംസാരിച്ച് ഞാൻ ആലു ഷെയ്ഖ് ആ വിഷയത്തിൽ പറഞ്ഞ ആ പ്രസംഗത്തിൻ്റെ കോപ്പി അടക്കം അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി പിന്നെ മൂന്നാമത്തത് മറന്നും പോയി, ആയിക്കോട്ടെ, ഞാൻ മറന്നല്ല, അദ്ദേഹം മൂന്നാമത്തെ ചോദ്യം എന്താണ് എന്നുള്ളത് മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ സംവാദം ഏറ്റെടുത്തു. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് താഹ സാഹിബ്. താഹ സാഹിബ് അകപ്പെട്ടിട്ടുള്ള അബദ്ധം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ എൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ നസീഹത്ത് മാത്രമേ ഞാൻ നിർവഹിക്കുള്ളൂ. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോട് ഒരു അംശം പോലും, ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ല. ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ സഹോദരനെ പോലെ സ്നേഹിക്കുകയാണ്, ആ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം പെട്ടുപോയ അബദ്ധം, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരു കുരുക്കിൽ ചാടുന്ന ആളല്ല. എനിക്കറിയാം അദ്ദേഹത്തെ. ഇവിടുത്തെ ഖാദിയാനികളുമായി സംവദിക്കുന്ന, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുമായി സംവദിക്കുന്ന, സുന്നി മുസ്ലിയാക്കന്മാരുമായി വാദപ്രതിവാദം നടത്താൻ പോയിരുന്ന ആളാണ് താഹ സാഹിബ്. ആ താഹ സാഹിബിനെ ഇങ്ങനെ കാണേണ്ടി വരുന്നതിൽ മനസ്സുകൊണ്ട് വേദനിക്കുന്ന ആളാണ്, മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രയാസം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ അബദ്ധം പണഞ്ഞു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മൗലവിയും വരില്ല. ഞങ്ങൾ ചലഞ്ച് ചെയ്ത് പറയുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മൗലവിയും വരില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇത് തെളിയിക്കാൻ, ഇത് സലഫി ആശയത്തിനെതിരാണ് തെളിയിക്കാൻ നിങ്ങൾ ഭാവി പ്രതീക്ഷയില്ല. ഈ ലോകത്ത് വിവരമുള്ളവർ ജീവിക്കുന്നു എന്നറിയുന്ന ഒരു മൗലവിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി കേട്ടോളൂ. പിന്നെ എം എം മദീനയുടെ പോയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എം എം മദീനയുടെ പോയപ്പോൾ കമൻറ്റുകൾ പറയുന്നത് സൂക്ഷിക്കണം. ഇത് ഗൗരവപ്പെട്ടൊരു സദസ്സാണ്. ഞാൻ വളരെ ഗൗരവത്തോടെ പറയാണ്, കമൻറ്റുകൾ പറയുന്നത് സൂക്ഷിക്കണം. അപ്പോൾ അവിടെ ഇരിക്കുക, നിങ്ങളവിടെ ഇരിക്കുക. പിന്നെ ഇതിന് ശേഷം എം എം മദീനയ്ക്ക് അദ്ദേഹം പോയി. എം എം മദീനി അന്ന് പറഞ്ഞ മറുപടി ഞാൻ അറിഞ്ഞത്, സാധാരണ ഈ കല്യാണം നടന്നിട്ട് വല്യാപ്പാടൊരു ചോദ്യമുണ്ട്. കല്യാണമൊക്കെ നടന്നിട്ട് പുയ്യാപ്പിൾ ഇറങ്ങാൻ നേരത്ത് വല്യാപ്പ ഞാൻ ഇറങ്ങിക്കോട്ടെ ഒരു ചോദ്യമുണ്ട്. ഇതുപോലെ നിങ്ങൾ കരാറും എഴുതി ഡേറ്റ് നിശ്ചയിച്ച് എല്ലാം നിശ്ചയിച്ചിട്ട് അവസാനം എന്തൊക്കെ ഒന്ന് അനുവാദം ചോദിച്ചിട്ട് അതിൽ കാര്യമില്ലല്ലോ. മാത്രമല്ല, ജമിയത്തുൽ ഉലമയുടെ ബുക്ക് തെറ്റാൻ സമർത്ഥിക്കാൻ ജമിയത്തുൽ ഉലമയുടെ അനുവാദം കിട്ടണമെന്ന് പറഞ്ഞാൽ എനിക്ക് ജമിയത്തുൽ ഉലമ ഈ വാദപ്രയോഗം നടത്തിയാൽ മതിയല്ലോ. പക്ഷേ ജമിയത്തുൽ ഉലമ വാദപ്രയോഗം നടത്തിയിട്ടില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. ജമിയത്തുൽ ഉലമ വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പറയപ്പെടുന്ന ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ രൂപത്തിൽ ഇതിന് എതിരഭിപ്രായം പറയുന്ന ആളുകളുമായി ജമിയത്തുൽ ഉലമയുടെ തീരുമാനം വന്നതിന് ശേഷം ആ തീരുമാനം ശരിയല്ല എന്ന് ഒരാൾ മൗലവിമാരുടെ ഒരു യോഗത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആരുടെ പേര് പറയില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹം ഇത് ചർച്ച ചെയ്യാതെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ആ വിഷയത്തിൽ വാദപ്രതിവാദം നടത്താനും ഒരുക്കമാണ് എന്ന് എഴുതി കൊടുത്തു ഹനീഫ് മൗലവി. അങ്ങനെ CD ടവറിൽ കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് മെമ്പറുകളുടെ മുന്നിൽ, കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സംവാദം, രാവിലെ മുതൽ വൈകുന്നേരം വരെ സംവാദം നടന്നിട്ടുണ്ട്. ജമിയത്തുൽ ഉലമയ്ക്ക് സംവാദം നടത്താൻ പേടിയൊന്നുമില്ല. ഈ വിഷയത്തിൽ ഇങ്ങനെ നാടന്മാരെ വിളിച്ചിട്ടല്ല, അത് റെക്കോർഡ് ചെയ്തിട്ട് നാട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് ജമിയത്തുൽ ഉലമയുടെ ആ നിലക്കുള്ള ഉത്തരവാദിത്തപ്പെട്ട സംഘടന നിലക്ക് ചെയ്ത പരിപാടിയാണ്. അത് നടത്തിയിട്ടുണ്ട്. അവസാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ സംവാദം നടത്തി. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് തെളിവ് പുതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ പഴയ തീരുമാനം തന്നെ, പുതിയൊരു ആയത്തൊരു ഹദീസോ എതിർപക്ഷം ഉദ്ധരിച്ചിട്ടില്ലാത്തതിനാൽ പഴയ തീരുമാനം ശരിയാണ്, അതിൽ നിൽക്കാൻ തീരുമാനിച്ച് പിരിയുകയും ചെയ്തു. അത് നടത്തിയതിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ട് അത് നീതിയായില്ല, മറ്റായില്ല, മറിച്ചായില്ല, ഏകപക്ഷീയായിരുന്നു, ഞങ്ങളൊരു വിഷയം പറഞ്ഞില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർ നടത്തിയത് നമുക്കറിയേണ്ട കാര്യമില്ല. അങ്ങനെ പലരും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല വിഷയം. പിന്നെ അദ്ദേഹം ആരോഗ്യ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് എന്തോ ചെക്കപ്പ് എന്തോ ഉണ്ട്. ഞാൻ അന്നേരം പറഞ്ഞെന്ന് വെച്ചാൽ, താഹ സാഹിബ് നിങ്ങൾ വരണ്ട, ഞാൻ പറഞ്ഞ അതാണ്, നിങ്ങൾ വരണ്ട, ഈ സംവാദത്തിന് വരണ്ട. ഒരാളെ നിങ്ങൾ പ്രതിനിധിയായി നിശ്ചയിച്ചോളൂ, ഞാൻ സ്വീകരിച്ചോളാം. എനിക്ക് താഹ സാഹിബിനല്ല വേണ്ടത്.
ഞങ്ങൾക്ക് താഹ സാഹിബിനെ അല്ല വേണ്ടത്, താഹ സാഹിബിനെ തെറ്റിദ്ധരിപ്പിച്ചവരെ വേണ്ടത്. ഞങ്ങൾക്കത് വേണം, ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആരുടെ മുന്നിൽ ഇപ്പോൾ ഇനി പിന്നെ ഈദാൻ വരുവാണെങ്കിൽ ഈദാൻ്റെ മുന്നിൽ ഞങ്ങൾ ചർച്ച ചെയ്യാം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഈ രൂപത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താഹ സാഹിബിനല്ല വേണ്ടത്. ഇതിനെ പിന്നിൽ തിരിപ്പുമായി നടക്കുന്ന, ഒളിച്ചിരിക്കുന്ന, ഇന്നും മറവിട്ട് പുറത്തു വരാത്ത, നിലപാട് പറയാത്ത ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ തുറന്ന് പറയും. അവരിവിടെ വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്, അവർക്ക് ഇവിടെ ഹാജരായിട്ടോ എന്ന് പോലും സംശയമാണ്. എന്തിന് മറക്ക് മുന്നിൽ നിൽക്കണം? പുറത്തു വരിക, രംഗത്ത് വരിക, എന്നിട്ട് പറയുക ഇതാണ് നിലപാട് എന്ന് പറയുക. പിന്നെ ഹുസൈൻ സലഫി വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഹുസൈൻ സലഫി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്, ബഹുമാനിക്കുന്ന ആളാണ്, ഗുരുസ്ഥാനീയനാണ്. മുജാഹിദ് ബാലിശ്ശേരിയുടെ മിസ് കോൾ കണ്ടു. കരുവമ്പൊയിൽ വളരെ നസിഹത്തോടെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവസാനം ഹുസൈൻ സലഫി വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മൗലവി നിങ്ങളോട് എതിർപ്പ് പറയാൻ കഴിയില്ല. കാര്യം പലർക്കും അറിയാം, ഹുസൈൻ സലഫി എന്ന് പറഞ്ഞാൽ പ്രാസ്ഥാനിക ബന്ധത്തിനപ്പുറം വൈയക്തികമായ ബന്ധമല്ല. ഞാൻ നിങ്ങളോട് എതിര് പറയില്ല, ഞാൻ നിങ്ങളുടെ ഈ ആവശ്യം ഞാൻ പരിഗണിക്കുക തന്നെ ചെയ്യാം എന്നാണ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത്. ഞാൻ ഫോൺ ഓഫാക്കി. ഇവർ പലരും പറഞ്ഞു അനസ് വാടി എന്ന്. കാര്യം വെച്ചാൽ സലഫി പറയുമ്പോൾ അതിനെതിരായിട്ട് പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് SMS പാഞ്ഞത്. കാര്യം വെച്ചാൽ അനസ് മൗലവിക്ക് സംവാദം നടത്താൻ പേടിയായിട്ട് ഹുസൈൻ സലഫിയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്നു എന്നായി. അതല്ല, ഇതെന്ത് കഷ്ടപ്പാടാ. ഹുസൈൻ സലഫി എന്നെ തലേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, അന്ന് ഈ ആവശ്യം പറഞ്ഞിട്ടില്ല. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് ഈ ആവശ്യം പറഞ്ഞു. കരുവമ്പൊയിൽ വിളിച്ചിട്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്നു. എന്തിന്? ഈ സംവാദം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി. MM-നെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്ന, മനസ്സിലാക്കണം. സംഘടന നടന്ന സംഘടനയ്ക്ക് എന്തോ സംഭവിക്കും, എങ്ങനെ ആശയത്തിൽ തെറ്റാന്ന് കിട്ടും, അതുകൊണ്ട് നടത്താതിരിക്കാൻ വേണ്ടി സംഘടന സമ്മർദ്ദം ചെലുത്തിച്ച് നടത്താതിരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് SMS പോയത്. ഇന്നലെ ബൈലക്സിലും അതുപോലെ തന്നെ ചില പ്രചരണങ്ങളിലും പ്രമാണങ്ങളും ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞു. പ്രമാണങ്ങളും ഏറ്റുമുട്ടുന്നു എന്ന് ഇന്നലെ പരസ്യം. ആരായി പരസ്യം കൊടുത്തത്? താഹ സാഹിബെ. ആരായി? പ്രമാണിമാരും ഏറ്റുമുട്ടുന്നു. എവിടെ? ഇവിടെ അറബിക്കടലിലെ റാണി ആയ കൊച്ചിയിൽ പ്രമാണങ്ങളും ഏറ്റുമുട്ടുന്നു. എവിടെ പ്രമാണി? എനിക്ക് മനസ്സിൽ വിഷമമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ പ്രവർത്തകരും ഞാൻ മുമ്പ് ആലുവയിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് വലിച്ചിട്ടാൽ ഇതിൻ്റെ ദുരന്തം നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണെന്ന്. എൻ്റെ മുന്നിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ പിന്തിരിയണം, നിങ്ങൾ ഈ ഫിത്ന വലിച്ചിടരുത് എന്ന് സ്നേഹത്തോടെ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൈറ്റില സലഫി മസ്ജിദിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഫിത്ന നിങ്ങൾ വലിച്ചു കൊണ്ടുവരരുത്, എറണാകുളത്ത് നിങ്ങൾ കൊണ്ടുവരരുത്. ആലുവയിൽ വെച്ച് സ്നേഹത്തോടെ പറഞ്ഞു. അതുപോലും തെറ്റിദ്ധരിപ്പിച്ച് പലർക്കും ഫോൺ ചെയ്തിട്ട് എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു നടന്ന ആളുകൾ ഇവിടെയുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിൽ വിഷമമൊന്നുമില്ല, അവരോട് എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ട് പോലും ആ വിവരം അറിയിച്ചിട്ട് ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല ഇന്ന് വരെ ഒരാളും. ആയിക്കോട്ടെ, പോട്ടെ. അതിനുശേഷം പിന്നെ ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ച ഒരു മെയിലുണ്ട്, എന്ത്? അനസ് മൗലവി മടവൂരിയാകുന്നു. ഇപ്പോഴൊരു ബ്ലോഗ് തുറന്നിരിക്കുക, KNM ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട്. അനസ് മൗലവി അവസരവാദി. മാത്രമല്ല, ഇങ്ങനെ അപകീർത്തി നമുക്കതിലൊന്നും ഒരു പ്രയാസമില്ല, അതുകൊണ്ട് പറയല്ല. അവസാനം KKP അബ്ദുള്ള എന്ന് പറയുന്ന ആൾ ഞാൻ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് KNM-ൻ്റെ സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണം. അനസ് മൗലവി മടവൂരിസത്തിലെ KKPയെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകൾ തന്നെ SMS വിട്ട് കളിക്കുക. അപ്പോൾ ഇത് വ്യക്തിപരമായി KKP എന്ന് പറഞ്ഞ വ്യക്തിയോട് നമുക്കൊരു ദേഷ്യമില്ല. ഒരു വ്യക്തി നിലക്ക് പലരും ഉണ്ട്, ഇവിടെ മുസ്ലിയാക്കന്മാരുണ്ട്, അവരോട് വ്യക്തിപരമായ ദേഷ്യമില്ല. ആദർശം, ആവശ്യത്തിൽ നമ്മുടെ വിയോജിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഈ ആരോപണം കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഈ കളവ് പ്രചരിച്ചപ്പോൾ ആദ്യം എന്നെ വിളിച്ചത് തളിപ്പറമ്പിൽ നിന്നൊരു സുഹൃത്താ, ഒരു പ്രവർത്തന. എന്നോട് ചോദിച്ചു, നിങ്ങൾ KKPയെ കെട്ടിപ്പിടിച്ചു സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തിയെന്ന് ഇപ്പോൾ എനിക്ക് വാർത്ത കിട്ടിയെന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളൊക്കെ മുനാഫിക്കാണ്, ഒന്ന് അവിടെ പറയാം, ഒന്ന് ഇവിടെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല കാക്കട്ടെ, നിഫാക്കിനെ ഞാൻ പേടിക്കുന്നുണ്ട്, സഹാബികൾ പേടിച്ചിട്ടുണ്ട്, സഹാബികൾ ഒരാളും നിഫാക്കിനെ പേടിക്കാത്തവരില്ല, അല്ല കാക്കട്ടെ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഉണ്ടോ നേരിട്ട് കാണാൻ? ഞാനില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. നിങ്ങൾ എവിടെ ഉള്ളത്? ഞാൻ ട്രെയിനിലാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ട്രെയിനിലിരുന്നിട്ട് ഇപ്പോൾ അരമണിക്കൂറേ ഉള്ളൂ KKP എന്ന് പറഞ്ഞ ആളെ ഇവിടുന്ന് കണ്ടിട്ട്. അയാൾ എനിക്കൊന്ന് സലാം പറഞ്ഞു, കൈ തന്നു.
ഞാൻ KKP അബ്ദുള്ള എന്ന് പറഞ്ഞു. ഞാൻ എന്ത് വേണമെന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഉടൻ തന്നെ ഈ പത്രക്കാർ ഫോട്ടോ എടുക്കണ പോലെ എല്ലാം മാറി നിന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കണം, ചില റെക്കോർഡ് ചെയ്യണം, പല പണി നടത്തുക. ഞാൻ ആ റെക്കോർഡ് ചെയ്തിട്ട് മുഴുവൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന എനിക്കറിയാം, നാളെ ഫേസ്ബുക്കിൽ ഇതുണ്ടാവും, ഞാൻ കാണും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിത് വിടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ എഴുതി വെക്കണം, 2 ആദർശമുള്ള 2 ആളുകൾ കണ്ടുമുട്ടിയപ്പോൾ എന്ന് എഴുതിയിട്ടല്ലാതെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്ന് സ്റ്റേജിൽ കയറി KKP അവിടെ ഇരുത്തി KKPക്കെതിരെ പ്രസംഗിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോരുന്നത്. എന്നെക്കുറിച്ചാണ് ഈ അപവാദം പറയുന്നത്. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെ? തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞു. തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞു. ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഞാൻ പറഞ്ഞു, അവസാനം ഞാൻ ആയിരിക്കും തളിപ്പറമ്പ് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ സാഹിബിനെ പങ്കെടുപ്പിക്കാത്തൊരു പരിപാടി അവിടെ നടത്തി. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന പലരും എന്നെ വിളിച്ചു പറഞ്ഞു, മൗലവി ആ പരിപാടി നിങ്ങൾ പങ്കെടുക്കരുത്, കാരണം അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പങ്കെടുപ്പിക്കാൻ നടത്തുന്ന പരിപാടിയാണ്, നിങ്ങളതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് എന്നോട് ബന്ധപ്പെട്ട പലരും എന്നെ വിളിച്ച് വ്യക്തിപരമായി പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഞാൻ ഹനീഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, പങ്കെടുക്കണോ വേണ്ടേ? പലരും പോകണ്ടെന്നാണ് പറയുന്നത്, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പോകണ്ടെന്നാണ് പറയണത് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഹനീഫ് പറഞ്ഞു, വേണ്ട, പോകാതിരിക്കരുത്, പോകണം എന്ന് പറഞ്ഞു. ഞങ്ങളോട് പോകണ്ട എന്ന് പറഞ്ഞത് പ്രമാണിമാർ തന്നെയാണ്. പക്ഷെ പോകണ്ട എന്ന് തീരുമാനിച്ചു ഞങ്ങൾ, പോകണമെന്ന് തീരുമാനിച്ചു. പ്രമാണിമാർ പറഞ്ഞല്ല, പ്രമാണിമാർ തന്നെ ഞങ്ങൾ വിളിച്ചത്, പോകരുത് നിങ്ങൾ, അവിടെ പങ്കെടുക്കരുത് നിങ്ങളെന്ന് പറഞ്ഞു. ഞാൻ ഇവനോട് ചോദിച്ചു, പങ്കെടുക്കണോ വേണ്ടേ? ഹനീഫ് പറഞ്ഞു, പങ്കെടുക്കണം. കാരണം നമ്മൾ പങ്കെടുത്തില്ല എങ്കിൽ ഈ പ്രസ്ഥാനത്തെ ആ പേര് പറഞ്ഞിട്ട് ഇവർ ക്രൂശിക്കും. നാളെ പങ്കെടുത്തിട്ട് അവരോട് നമ്മൾ പ്രസംഗിച്ചതിന് ശേഷം പിന്നെ ഇവരോട് നിലപാട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അവർ തെറ്റെന്താന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി മടങ്ങിപ്പോയി. ഞങ്ങൾ തീരുമാനിച്ചു ഇവിടുന്ന് പോയി. ഈ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം KKPയുടെ നാടാ, അറിയോ നിങ്ങൾക്ക്? ഞാനിവിടുന്ന് വിഷയമൊക്കെ തയ്യാറാക്കി KKP പൊളിക്കാൻ വേണ്ടി പോവാണ്. അന്നത്തെ റെക്കോർഡ് ചെയ്ത ആളായി നിൽക്കുന്നത്. വേറെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടണ്ട, ചോദിച്ചു നോക്കാം. ഞാൻ വിളിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചു, അവിടെ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? അപ്പോൾ പറഞ്ഞു, KKPയുടെ നാട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. KKPക്കെതിരെ പ്രസംഗിക്കണം, ഇയാൾ ബുക്കൊക്കെ ഇറക്കി പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചാർജ് കിട്ടുമ്പോൾ നല്ലൊരു അവസരം എന്ന് വിചാരിച്ചു ഞാനവിടെ ചെന്നു. വണ്ടി ഇറങ്ങിയ ഉടനെ പറഞ്ഞു, KKPയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താണിത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ചെന്ന് സമയത്ത് ഒരൽപ്പം അരമണിക്കൂർ താമസിച്ച് ഞങ്ങൾ ചെല്ലുന്നത്. ചെന്ന് കയറുമ്പോൾ പറഞ്ഞു, KKPയെക്കുറിച്ച് മൗലവി ഒന്നും പറയരുതെന്ന് പറഞ്ഞു. കൂടെ വന്ന ആളുകൾ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് ലൈറ്റ് എക്സിബിഷൻ്റെ സമാപനമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ അമുസ്ലിങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ KKP എന്നൊക്കെ പറയുമ്പോൾ ആ മുസ്ലിങ്ങൾക്കൊക്കെ ഒന്നും മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ കയറിയിട്ട് നല്ല ഒരു തൗഹീദ് പ്രസംഗിച്ചു. തൗഹീദും അതുപോലെ തൗഹീദിൻ്റെ ആധികാരികതയൊക്കെ ഞാൻ പറഞ്ഞ്, ഹനീഫും അന്ന് 20 മിനിറ്റ് പ്രസംഗിച്ചു, ഞാനൊരു 1/4 മണിക്കൂർ പ്രസംഗിച്ചു, ദ്വാക ചെയ്ത് മടങ്ങിപ്പോയി. തിരിച്ച് പരിപാടി കഴിഞ്ഞ് താഴേക്കിറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല KKP ഇവിടെ അല്ലേ എന്ന് ചോദിച്ചു. ആണ്, പിന്നെന്താ 2 അക്ഷരമെങ്കിലും അവനെക്കുറിച്ച് പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ മറുപടി എന്ന് പറയും, ഞാൻ ഇതുവരെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ദിവസം കണ്ണൂർ പ്രസംഗിച്ചിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ പ്രമാണവും പ്രമാണിയും പറഞ്ഞ് കളിക്കുന്ന ആളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പറയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? അന്ന് പറഞ്ഞത്, ആ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, ആ തളിപ്പറമ്പിൽ പിന്നെ ഒരു സമ്പന്നനുണ്ടായിരുന്നു. അയാൾ പഴയകാല മുജാഹിദുകാരനാണ്. അയാളുടെ മകനും ഇപ്പോൾ സമ്പന്നനാണ്. ഈ പഴയകാല മുജാഹിദിൻ്റെ കൂട്ടുകാരനാണ് KKP. അവരെല്ലാം കൂടെയാണ് അവിടെ ആദ്യകാലത്ത് KNM പ്രവർത്തനം നടത്തിയത്. അപ്പോൾ അദ്ദേഹം മരിച്ചു. ആര്? ഈ വാപ്പ മരിച്ചു. ഇപ്പോൾ ആരാ ഉള്ളത്? മകനാ. അയാളാണ് നമ്മളെ സാമ്പത്തികമായിട്ട് ഏറ്റവും അധികം സഹായിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് KKPക്കെതിരെ പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അയാൾ അതിന് ദേഷ്യം അകലേക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞത്. നെഞ്ചിലൊരു ഇടിക്കട്ട കൊണ്ട് ഇടിച്ചതുപോലെ സത്യത്തിൽ തോന്നി. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് പ്രമാണമാണോ പ്രമാണിയാണോ? പ്രമാണമാണോ പ്രമാണിയാണോ? പറയണം. ഈ രൂപത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞോളൂ, കുഴപ്പമില്ല, ആയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെയും പ്രമാണവും പ്രമാണിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ സമ്മർദ്ദം നമ്മൾ ചെലുത്തിച്ചാണെന്ന് പറഞ്ഞത്. ഇനി അവസാനം ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ഈദാൻ്റെ ഒരു കത്ത് താഹ സാഹിബ് കാണിച്ചു തരുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ചിലർ പറഞ്ഞിട്ട് ഈദാൻ കത്തയക്കണ്ട്, ഈദാൻ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയണല്ലാതെ ഞാനിത് കണ്ടിട്ടില്ല. എന്നെ ആരും വിളിച്ചിട്ട് ഈദാൻ കത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിവിടെ വരുമ്പോൾ ഈദാൻ എനിക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. ഈദാൻ അങ്ങനെ ഇടപെടുന്നുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ കത്ത് ഞാൻ കണ്ടു. ഇത് ഞാൻ നോക്കുമ്പോൾ തന്നെ ഇത് ഫളീലത്തു ഷെയ്ഖ് അബ്ദുള്ള കോയ, റയീസ് ജമിയത്ത് നദൂത്തുൽ മുജാഹിദീൻ സലഫിയ ഫി വിലായത്തി കേരള ഹിന്ദ്. ഇത് ഒന്നാമത് അയച്ചിട്ടുള്ളത് അബ്ദുള്ള കോയ മദനിക്കാണ്. രണ്ടാമത് പിന്നെ ഫളീലത്തു ഷെയ്ഖ് മുഹമ്മദ് മദനി, റയീസ് ജമിയത്തുൽ ഉലമ ഫി വിലായത്തി കേരള ഹിന്ദ്, MM മദനിക്കാണ്. ഇത് കോപ്പി ടു NK താഹ, കോപ്പി ടു അനസ് മൗലവി എന്ന് പോലും ഇതിൽ എഴുതിയിട്ടില്ല. ഇതിലൊരു കോപ്പി എടുത്തിട്ട് ആരോ എൻ്റെ മെയിലേക്ക് ഫോർവേഡ് ചെയ്തു എന്ന് പറയുന്നു. എനിക്കറിയില്ല, ഞാൻ നോക്കിയാൽ പറഞ്ഞുതരാം. താഹ സാഹിബിന് ഇന്നലെ അത് കിട്ടി എന്ന് പറയുന്നു.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ എന്താണ്, ഇത് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ചർച്ച ചെയ്യാന്ന്. ഇത് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ചർച്ച ചെയ്യാന്ന നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹം ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടുള്ളത് എം മദനിയോടും അതുപോലെ തന്നെ ബഹുമാനായ അബ്ദുള്ള മദനിയോടും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള, നിങ്ങളുടെ സംഘടനക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച ചെയ്യാമെന്നാണ്. ഞാനും താഹ സാഹിബും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച ചെയ്യാം, എനിക്കും താഹ സാഹിബിനും ടിക്കറ്റ് അയച്ചു തരാം, ഞങ്ങളവിടെ ചെല്ലുക, എന്നിട്ട് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യുക എന്നല്ല ഇതിലുള്ളത്. എന്നല്ല, അങ്ങനെ ആണെങ്കിൽ പറഞ്ഞോളി. എനിക്കും താഹ സാഹിബിനും ടിക്കറ്റ് അയച്ചു തന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാം എന്നാണോ? അല്ല. ഇത് അയച്ചിട്ടുള്ളത് അബ്ദുള്ള മദനിക്കും അതുപോലെ തന്നെ മുഹമ്മദ് മദനിക്കുമാണ്. സംഘടനാ വിഷയത്തിലുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ എന്തെടുക്കുക, അവിടെ നിന്ന് ചർച്ച ചെയ്യാം. ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത് തന്നെ തെറ്റ്. അഭിപ്രായ വ്യത്യാസമല്ല, അഭിപ്രായ ഐക്യമുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് സൗദി അറേബ്യയിൽ പോയി സംവദിക്കാമെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇന്നലെ ഞാൻ അറിയാതെ എടുത്തു, ചില സംഗതികൾ ഇങ്ങനെ അറിയാതെ എടുത്തു വെക്കാറുണ്ട്. ഇതിങ്ങനെ വരും, ഇങ്ങനെ കത്തയക്കുന്ന കണ്ടിട്ടൊന്നും എടുത്തു വെച്ചല്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ ഫുൾ നോട്ടാണിത് തൗഹീദിൻ്റെ വിഷയത്തിലുള്ള. അതിലവർ സലഫി മധ്യസ്ഥതയിൽ ജമാഅത്തുമായി ഒരു സംവാദത്തിന് മുജാഹിദുകൾ തയ്യാറാകുമോ എന്നാണ്. എന്നുവെച്ചാൽ തൗഹീദിന് മൊത്തം കുത്തക ആവശ്യപ്പെടുന്ന മുജാഹിദ് സുഹൃത്തുക്കളുടെ അവസാനമായ ഒരു കാര്യം കൂടി, ഖുർആനും സുന്നത്തും അടിസ്ഥാനമായി അംഗീകരിച്ച് സലഫുസാലിൻ്റെ പാതയിൽ ചരിക്കുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നവരാണ് മുജാഹിദിൽ എന്നിരിക്കെ ജമാഅത്തുമായി തർക്കമുള്ള ഹാക്കിമിയത്ത് ഇബാദത്ത് തുടങ്ങിയ വിഷയങ്ങൾ എന്തുകൊണ്ട് ഇരുകൂട്ടരും അംഗീകരിക്കുന്ന ഗൾഫ് നാടുകളിലെ സലഫി പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ചർച്ച ചെയ്തുകൂടാ? അതിന് മുജാഹിദ് പ്രസ്ഥാനം നേതൃത്വം തയ്യാറാകുമ്പോൾ ജമാഅത്ത് ഒരിക്കലും അതുമായി സഹകരിക്കാതിരിക്കില്ല. ഉണ്ടോ? ഇതിവരിങ്ങനെ വെല്ലുവിളിച്ചടക്കാറുണ്ട്. ജമാഅത്തുകാരുമായിട്ട് സൗദി വെച്ച് സംവാദത്തിനുണ്ടെന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറയേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒന്ന്, ആ അർത്ഥത്തിലൊരു സംവാദം സൗദി അറേബ്യ വെച്ച് നടക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. രണ്ട്, അത് നടക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും? ഇവരെന്തോ സൗദിയിലുള്ള പണ്ഡിതന്മാർ ഇവർക്കെന്തോ അനുകൂലമായിട്ട്, ആർക്ക്? ഈ തൗഹീദിൻ്റെയും ഹാക്കിമിയത്തിൻ്റെയൊക്കെ വിഷയത്തിൽ സൗദിയിലുള്ള പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ട് എന്തോ പറയുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലെ സൗദി പോക്ക്. അതുപോലെ തന്നെ സൗദി പോയി ചർച്ച ചെയ്യുക, സൗദിയിൽ നിന്ന് ചർച്ച ചെയ്യുക. എന്താണ്, സൗദിയിലേക്ക് അങ്ങോട്ട് പോകാതെ സൗദിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ? സൗദിയിലുള്ള ഇപ്പോൾ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ. ഇനി മാത്രമല്ല, ഈ വിഷയത്തിൽ തീരുമാനമാകാത്ത വിഷയമല്ല, തീരുമാനമായ വിഷയമാണ്. ആ വിഷയത്തിൽ സലഫി ആശയത്തിന് എതിരുണ്ടെന്ന് മാത്രമല്ല, ബഅ്ല അൽ മസായിൽ ഖിലാഫിയായ അഭിപ്രായ വ്യത്യാസമുള്ള ചില മസലകളിൽ പല ചർച്ചകളും പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. അതിന് തീർന്നിട്ടില്ല, അവിടെ ഇരിക്കും. ഇങ്ങനെയുള്ള ഇടപെടൽ തന്നെ പ്രശ്നം. അവിടെ ഇരിക്കൂ. നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുക? അങ്ങനെ ഇടപെടരുത്, ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കാൻ അവസരമില്ല. അതിന് സംവാദം ഇവിടെ ആളുകളുണ്ടായിരുന്നു. നിങ്ങളല്ല ചോദിക്കേണ്ടത്. അതിന് പ്രാപ്തിയുള്ള, വിവരമുള്ള, അറിവുള്ള ആളുകൾ ഉണ്ടാകണം. അവരെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. നിങ്ങളിങ്ങനെ പലതും ചോദിച്ചതാണ് ഈ ഫിത്ന ഇവിടെ ഉണ്ടായത്, ഈ കുഴപ്പം ഇവിടെ ഉണ്ടായത്. ഇങ്ങനെ ചോദിക്കരുത് എന്ന് നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിവരമുള്ള ആളുകളെ കൊണ്ടുവരാൻ അതിനാണ് പറഞ്ഞത്, പണ്ഡിതന്മാരെ കൊണ്ടുവരാൻ. സാധാരണക്കാരിടപെട്ടിട്ടല്ല ഈ വിഷയം വഷളാക്കേണ്ടത്, സാധാരണ പ്രവർത്തകരിടപെട്ടിട്ടല്ല വിഷയം വഷളാക്കേണ്ടത്. നേരെ മറിച്ച് അതിനാ പണ്ഡിതന്മാർ വരാൻ പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും താഹ സാഹിബ് അവസാനം പറഞ്ഞു നിർത്തി എന്താ? അവസാനം പറഞ്ഞ എൻ്റെ ആരോഗ്യസ്ഥിതി നടത്തിയ സംവാദം നടത്താം, ശരിയായ സംവാദം നടത്താമെന്നാണ്. എന്തുകൊണ്ട് താഹ സാഹിബിന് അത് പറയേണ്ടി വന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, താഹ സാഹിബ് ഒറ്റപ്പെട്ടിരിക്കും. താഹ സാഹിബിന് സംവാദം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കറിയാം. അങ്ങനെ മാറുന്ന ആളല്ല താഹ സാഹിബ്, എനിക്കറിയാം. പിന്തിരിയുന്ന ആളല്ല താഹ സാഹിബ്, എനിക്കറിയാം വ്യക്തിപരമായി താഹ സാഹിബിനെ. അദ്ദേഹത്തെ വിട്ടിരിക്കുന്നു. അദ്ദേഹത്തോട് വരാമെന്ന് പറഞ്ഞവർ, അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്ത ആളുകൾ, 18-ാം തീയതി സംവാദത്തിന് ഡേറ്റ് കൊടുത്ത ആളുകൾ അദ്ദേഹത്തെ വിട്ടിരിക്കുന്നു. എനിക്കറിയാം. എന്നാൽ അദ്ദേഹം പറയാം സംവാദത്തിന് ഇനിയും തയ്യാറാണെന്ന്. അദ്ദേഹം ആരോഗ്യ, അപ്പോഴും ഈ പ്രശ്നം ഫിത്തനയൊക്കെ ഉണ്ടാവൂലേ? എനിക്ക് വിഷമമുണ്ട് മാന്യ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ എഴുന്നേറ്റ് കാര്യം. ഖുറാഫികളുടെ മുന്നിലും ജമാഅത്തുകാരൻ്റെ മുന്നിലും മടവൂരികളുടെ മുന്നിലും ഒക്കെ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ എൻ്റെ മനസ്സോ എൻ്റെ നാവോ ഒരിക്കലും, എൻ്റെ കാലോ ഇടറാറില്ല. പക്ഷേ എനിക്ക് വിഷമമുണ്ട്, മാനസികമായി പ്രയാസമുണ്ട് ഇത് പറയുമ്പോൾ. അപ്പോൾ മാന്യ സഹോദരങ്ങളെ, വളരെ ലളിതമായി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ സംവാദം നടത്താതിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം. സംവാദം നടത്താതിരിക്കും, അതെന്താണെന്ന് ചെയ്യാം. ഞങ്ങളതിൽ നിന്ന് പിന്മാറുകയില്ല, ഞങ്ങൾക്കതിന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ 100% ഹക്കിലാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ഇന്ന് വരെ. അതിൽ ഒരു തെറ്റ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, ഞങ്ങൾക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്താം. ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കാം.